വിശ്വസാഹിത്യകാരനായ ഷേക്സ്പിയർ രചിച്ച അവസാനത്തെ നാടകമാണ് ദ ടെംപെസ്റ്റ്. കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിലെ യാത്രക്കാരായ നേപ്പിൾസിലെ രാജാവും പരിവാരങ്ങളും ഒരപകടത്തിൽപ്പെടുന്നു. ഇതേ സമയം ഏതോ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട മഹാമാന്ത്രികനായ പ്രോസ്പെറോ മകൾ മിറാൻഡയ്ക്ക് 12 വർഷം മുൻപത്തെ തൻ്റെ ജീവിതകഥ പറഞ്ഞു കൊടുക്കുന്നു. നേപ്പിൾസിലെ ഡ്യൂക്കായിരുന്ന അദ്ദേഹം മന്ത്രതന്ത്രാദികളോടുള്ള അഭിനിവേശത്താൽ ഭരണം തൻ്റെ അനുജനായ അന്റോണിയെ ഏൽപ്പിച്ച് പഠനത്തിൽ വ്യാപൃതനാകുന്നു. ദുഷ്ടനായ അനുജനാകട്ടെ നേപ്പിൾസിലെ അലോൺസോ രാജാവുമായി കൂട്ടുചേർന്ന് പ്രോസ്പെറോയെ അധികാരഭ്രഷ്ടനാക്കി. അങ്ങനെയാണ് ദ്വീപിൽ മകളുമായി പ്രോസ്പെറോ എത്തിയത്. അമാനുഷിക ശക്തിയുള്ള ഏരിയൽ എന്ന ദേവത പ്രോസ്പെറോയുടെ ആജ്ഞകളനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. തൻ്റെ മാന്ത്രിക ശക്തിയാൽ ഏരിയലിനെ പ്രോസ്പെറോ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ദുർമന്ത്രവാദിനി തളച്ചിട്ടിരുന്ന ഏരിയലിന് മോചനം നൽകിയത് പ്രോസ്പെറോയാണ്. പകുതി മനുഷ്യനും പകുതി ഭീകരരൂപിയുമായ കാലിബാൻ കാടിൻ്റെ മകനാണ്. മകൾ മിറാൻഡയോട് മോശമായി പെരുമാറിയ കാലിബനെയും പ്രോസ്പെറോ അടിമയാക്കി. ദ്വീപിൻ്റെ മറ്റൊരു ഭാഗത്തകപ്പെട്ട അലോൺസോ രാജാവിൻ്റെ മകൻ ഫെർഡിനാൻഡിനെ പ്രോസ്പെറോയുടെ നിർദ്ദേശപ്രകാരം തൻ്റെ ശക്തി ഉപയോഗിച്ച് ഏറിയൽ മിറാൻഡയുടെ അടുത്തെത്തിക്കുന്നു. രണ്ടുപേരും പരസ്പരം ആകൃഷ്ടരായി പ്രണയബദ്ധരാകുന്നു. തൻ്റെ അച്ഛനെ അല്ലാതെ മറ്റൊരു പുരുഷനെയും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മിറാൻഡ ഒരു ദേവനാണ് ഫെർഡിനാൻഡ് എന്ന് കരുതുന്നു. പ്രോസ്പെറോ തൻ്റെ മാന്ത്രിക ശക്തിയാൽ ഫെർഡിനാൻഡിനെ തടവിലാക്കുന്നു. മിറാൻഡയെ എപ്പോഴും കാണാമെന്നുള്ളത് കൊണ്ട് അയാൾ ആ തടവറ ആസ്വദിക്കുന്നു. ഇതിനിടയിൽ മന്ത്രിയായ ഗോൺസാലോ ധർമ്മസങ്കടത്തിൽപ്പെട്ട് വലയുന്നുണ്ട്. തൻ്റെ സ്വപ്നത്തിലുള്ള പുതിയ ലോകത്തെക്കുറിച്ച് അയാൾ എപ്പോഴും ചിന്തിക്കുന്നുമുണ്ട്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ മകൻ ഫെർഡിനാൻഡിനെ കണ്ടെത്തിയ അലോൺസോ രാജാവ് പ്രോസ്പെറോയുടെ സന്നിധിയിലെത്തുകയും ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് മകനെ കൊണ്ട് മിറാൻഡയെ വിവാഹം കഴിപ്പിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. പ്രോസ്പെറോ ഏരിയലിനെ സ്വതന്ത്രനാക്കി വിടുന്നു. കാലിബനെ കാട് സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. ഷേക്സ്പിയറിൻ്റെ ടെംപെസ്റ്റിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ലോകത്തിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെടുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ള ഈ നാടകം നവയുഗ് ചിൽഡ്രൻസ് തിയേറ്റർ ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വതന്ത്ര ആവിഷ്കാരം നടത്തുകയാണ്. മൂലകഥയിലെ എല്ലാ അമാനുഷിക അധമ കഥാപാത്രങ്ങളെയും നമ്മുടെ നാടിൻ്റെ തനിമയിലേക്ക് പറിച്ച് നടപ്പെട്ടിരിക്കുന്നു. സന്തോഷ സങ്കടങ്ങൾ, സങ്കീർണതകൾ, ജീവിത സമസ്യകൾ, മാനുഷിക നന്മകൾ എല്ലാം ഈ ദൃശ്യാവിഷ്കാരത്തിൽ തനിമ ഒട്ടും ചോരാതെ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഒരുപക്ഷെ നാടക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ നാടകം അവതരിപ്പിക്കപ്പെടുന്നത്. നവയുഗ് ചിൽഡ്രൻസ് തിയേറ്ററിൽ അവതരിപ്പിക്കുന്നു ഉരുൾ.
പൊട്ടട്ടെ. നാടകരചന ഡോക്ടർ ലാലി യൂജിൻ. പശ്ചാത്തല സംഗീതം സതീഷ് തുരുത്തിയാൻ ബാലു സതീഷ്. പാടിയത് അതുല്യ സുരേഷ് ബാലശങ്കർ. കോസ്റ്റ്യൂംസ് രാജി എൻ നായർ. രംഗപടം കലാരത്ന ആർട്ടി സുജാതൻ. രംഗസജ്ജീകരണം ആദിത്യൻ, അശോക്, സുരേഷ് ബാബു, ടി എസ് സാബു. സംഗീത നിയന്ത്രണം മീനാക്ഷി. മേക്കപ്പ് രാജി, ബിന്ദു, ജയശ്രീ. ശബ്ദം സന്തോഷ്. വെളിച്ചം പൂജപ്പുര പണി. പ്രകാശ നിയന്ത്രണം രുദ്ര എസ് ലാൽ. നാടക സംവിധാനം ജോഷി മാത്യു ആൻഡ് സതീഷ് തുരുത്തി. നവയുഗ് ചിൽഡ്രൻസ് തിയേറ്ററിൽ അവതരിപ്പിക്കുന്നു ഒരുൾ. മലനാടിൻ മന്ത്രി അരുണാചൽ. ആജ്ഞകൾ അനുസരിക്കുക എന്നതാണ് എൻ്റെ ധർമ്മം. ധർമാധർമ്മങ്ങൾ അളക്കാതെ ആജ്ഞകളെ നിറവേറ്റുക. ഇത്രയും കാലത്തിനിടെ മനസ്സിനിഷ്ടപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കാടായ കാടൊക്കെയും വെച്ച് ഏറ്റവും ശക്തവും സമ്പന്നവുമായ സ്വതന്ത്ര ഗോത്രമായിരുന്നു കടാക ഗോത്രം. അതിന്റെ തലവനായിരുന്നു ഈ കാളിമൂപ്പൻ. പ്രപഞ്ച രഹസ്യങ്ങളുടെ ആഴക്കടലുകൾ ഊളിയിട്ടിറങ്ങിയ കാളിമൂപ്പൻ തൻ്റെ മനസ്സിൽ അറിവിനെ കീഴ്പ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു. ഈ മണ്ണും മരങ്ങളും കണ്ണും നട്ടിരുന്ന് മലനാടിൻ്റെ നാടുവാഴിയായ വേലുക്കുറുപ്പ് ഈ കാടിനു വേണ്ടി എന്നും കാളിമൂപ്പനുമായി പോരാടിയിരുന്നു.
ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയാതെ വന്നപ്പോൾ ഏറ്റവും വിശ്വസ്തനെന്ന് കരുതിയ അനുജൻ ചെറിയനെ ഗോത്ര ചുമതലകൾ ഏൽപ്പിച്ചു. തമ്പി ചെറിയ ഉലകരഹസ്യങ്ങൾ തേടിയുള്ള എൻ പയനത്തിൽ ഗോത്ര ചുമതലകളിൽ ശ്രദ്ധ ചെലുത്ത എനിക്ക് സാധിക്കണേ. ആയതിനാലേ இந்த அதிகாரத்தண்டு உன் கையிலே பத்திரமாய் இருக்கட்டும். വക്രബുദ്ധിയായ ചെറിയനോ ഈ അവസരം മുതലാക്കി ഭരണം കൈക്കലാക്കി. നോക്കൂ, എത്ര നന്നായി എനിക്ക് ഈ വേഷം ഇണങ്ങുന്നുവെന്ന്. അധികാരമോഹിയായ വേലുക്കുറുപ്പ് ചെറിയന്റെ ഈ ചതിക്ക് കൂട്ടുനിന്നു. മന്ത്രി, ഇതാ അടുത്ത വിളി വന്നു. അരുതാത്ത മറ്റൊരു കൃത്യം കൂടി. മന്ത്രി, ഇയാളെ കണ്ണുകെട്ടി നാട് കടത്തുവേ. ഉത്തരവ്. മന്ത്രി എന്ന ഈ പദവിക്ക് ആജ്ഞാനുവർത്തിയാകാനേ നിവർത്തിയുള്ളൂ. അതിനാൽ എനിക്കും ഇതിന് കൂട്ടുനിൽക്കേണ്ടി വന്നു. ഈ കൊടും കാടിൽ അങ്ങും അങ്ങയുടെ മകളും ഒറ്റയ്ക്ക്. ഇതാ അങ്ങയുടെ പ്രിയപ്പെട്ട താളുകൾ. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാനും ഇവിടെ വസിക്കാം, അങ്ങേക്കൊരു കൂട്ടിന്. പാടില്ല, അങ്ങ് തിരികെ പോയിക്കൊള്ളൂ. ഇത്രയും അത്യാഗ്രഹികളുടെ ഇടയിൽ നിങ്ങളെപ്പോലുള്ള നന്മയുള്ള കുറച്ച് മനസ്സുകൾ കൂടിയില്ലെങ്കിൽ രാജ്യം അരക്ഷിതാവസ്ഥയിലാകും. അങ്ങ് പോയിക്കൊള്ളൂ. ചെയ്തു തന്ന സഹായങ്ങൾക്ക് നന്ദി. തീർച്ചയായും ഇതൊരു സാധാരണ ശബ്ദമല്ല. എന്റെ മന്ത്രദൃഷ്ടിയാൽ എനിക്കതറിയാൻ സാധിക്കും.
എന്നെ തടവറയിലാക്കിയിരിക്കുകയായിരുന്നു. ഇന്നല്ലേ എന്നെ മോചിപ്പിച്ചത്? നന്ദിയുണ്ട് പ്രഭു. രാജയുടെ മകൻ കണ്ടകൻ എന്നെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. ഇന്നു മുതൽ നീയാണ് ഈ കാടിന്റെ ദേവത. നന്ദി വാക്കാൽ മാത്രം പോരാ, പ്രവൃത്തിയിലുണ്ട് പ്രഭു. അങ്ങ് ആജ്ഞാപിച്ചാലോ? അതിനു മുമ്പ് ഗണ്ഡകനെ വരുതിയിലാക്കേണ്ടതുണ്ട്. ഗണ്ഡക, ഗണ്ഡക, ഇവിടെ വാ, ഇവിടെ വരാൻ. ഇന്നു മുതൽ നീ എന്റെ അടിമ. കാട്ടിലകപ്പെട്ട കുഞ്ഞിത്തത്ത കാടിന്റെ പൊന്മകളായി കാട്ടിലകപ്പെട്ട കുഞ്ഞിത്തത്ത കാടിന്റെ പൊന്മകളായി കാടറിഞ്ഞോ വളർന്നേ അവളും കാടു നന്നായി അറിഞ്ഞേ. നേരറിഞ്ഞ് കാട്ടരുവി ചൊല്ലും കഥയറിഞ്ഞ് മൂപ്പന്റെ കുഞ്ഞുമകൾ വളർന്നൊരു ചുന്ദരി പെണ്ണായേ. നേരറിഞ്ഞ് കാട്ടരുവി ചൊല്ലും കഥയറിഞ്ഞ് മൂപ്പന്റെ കുഞ്ഞുമകൾ വളർന്നൊരു ചുന്ദരി പെണ്ണായേ. ജനാദിരാമി, ജനാദാച്ച്. അയ്യാ, ആ ഗണ്ഡകരത്തെ മോശமான പാർവയും പേച്ചും എനിക്കതിനെ ഭയമാണച്ചാ. ഗണ്ഡക, ഗണ്ഡക, ഇവിടെ വാ, ഇവിടെ വരാൻ. എന്റെ അമ്മ കിരാതയുടെ ദുർമന്ത്രവാദത്തിൽ നിന്ന് പുറപ്പെട്ട് ഈ ഭൂമിയിലൊക്കെ അലഞ്ഞു നടക്കുന്ന എല്ലാ ദുർഭൂതങ്ങളും ശാപങ്ങളും ഇടുത്തിയായി തന്നെ തലയിൽ വീഴട്ടെ. നരകാഗ്നിയിൽ തന്നെ ദേഹം കൊളുത്തുലയട്ടെ. എന്നെ ശപിക്കുന്നോടാ. ഇതിന്റെ ശിക്ഷയായി ഇന്ന് രാത്രി എന്റെ മന്ത്രക്കെട്ടുകൾ ഞാൻ നിന്റെ മേൽ അഴിച്ചുവിടും. ഇതിൽ നിന്നും പുറപ്പെടുന്ന കുട്ടിച്ചാത്തന്മാർ നിന്റെ മേലാകെ കുത്തി നോവിക്കും. ഏതാളങ്ങൾ എന്നെ ശ്വാസം മുട്ടിച്ച് നിന്റെ ഉറക്കം കെടുത്തട്ടെ. ഇതെന്റെ കാടാണ്. എന്റെ അമ്മ കിരാതയായിരുന്നു ഈ കാടിന്റെ ഇതിലെ പക്ഷി മൃഗാദികളുടെ അധിപതി. നീ ഈ കാട്ടിൽ വന്ന കാലം എന്നെ മകനെ പോലെ താലോലിച്ച് ലാളിച്ച് കൊണ്ടു നടന്നു. ഞാനോ ഈ കാട് മുഴുവൻ കൊണ്ടു നടന്നു. കാട്ടറമ്പ് മുഴുവൻ പഠിപ്പിച്ചു തന്നു. അതെന്റെ മണ്ടത്തരം, എന്റെ ദുർവിധി. എന്നെ കബളിപ്പിച്ച് ഞാൻ പകർന്നു തന്ന അതേ അറിവ് കൊണ്ട് തന്നെ നീ എന്നെ അടിമയാക്കി. എന്നിട്ട് എന്റെ കാട് തട്ടിയെടുത്തു. ഒരിക്കൽ ഈ കാടിന്റെ രാജാവായിരുന്ന ഞാനിന്ന് നിന്റെ വെള്ളം കോരുന്ന വിറക് കീറുന്ന അടിമ. ഈ ഗുഹയ്ക്ക് ചുറ്റും മാത്രം തടവിലാക്കപ്പെട്ട തടവുകാരൻ. പക്ഷേ നീയോ ഇപ്പോൾ രാജാവായി വാഴുന്ന നിനക്ക് പ്രജയായി ഞാൻ മാത്രം. വണക്കം മഹാരാജൻ. നിന്നെ ഞാൻ മകനെ പോലെ സ്നേഹിച്ചു. എന്റെ പുന്നാര മകളോടൊപ്പം എന്റെ ഗുഹയിൽ താമസിപ്പിച്ചു. ആ നീയോ എന്റെ മകളുടെ ചാരിത്രം കവരാൻ ശ്രമിച്ചു. അങ്ങനെ
പുറത്താക്കി എന്നെ അടിമയാക്കിയത്. നിങ്ങൾ എന്നെ വിലക്കിയില്ലായിരുന്നെങ്കിൽ ഈ കാട് നിറയെ കുട്ടി ഗണ്ടകന്മാരെ കൊണ്ട് നിറച്ചേനെ. ഒരു ഗണ്ടകപ്പട. ഒരു കൂടപ്പിറപ്പിനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു. നിങ്ങൾ എന്നെ നിങ്ങളുടെ ഭാഷ പഠിപ്പിച്ചു. അതുപയോഗിച്ച് നിങ്ങളെ ശബ്ദിക്കാൻ ഞാൻ പഠിച്ചു. എന്റെ ഭാഷ നശിപ്പിച്ച് നിങ്ങളുടെ ഭാഷ പഠിപ്പിച്ചതിന്, എന്റെ കാട് സ്വന്തമാക്കിയതിന്, എല്ലാ മഹാമാരികളും പകർച്ചവ്യാധികളും നിങ്ങളെ ഒഴിയാതെ പിന്തുടരട്ടെ. ഏൽപ്പിച്ച ജോലി നീ ചെയ്യുന്നോ അതോ നിന്നെ കാട്ടുമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കണോ? ക്ഷമിക്കണേ യജമാനൻ, ഞാൻ പോക്കോളാമേ. എന്റെ അമ്മ ഉപാസിച്ചിരുന്ന ദേവകളെ പോലും ജയിക്കാനുള്ള ശക്തി ഇയാളുടെ മന്ത്രത്തിന്. രാമി, പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യും. ശരി അച്ഛാ. ഭാഗ്യദേവതയുടെ കടാക്ഷത്താൽ ഇന്നീ കാട്ടിനരികിലുള്ള മലമുകളിലൂടെ എന്റെ ശത്രുക്കൾ കടന്നു പോകുന്നത് ഞാൻ കാണുന്നു. അവരെ വരുതിയിലാക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി ഉണ്ടാവില്ല. പൊട്ടട്ടെ, ഉരുൾ പൊട്ടട്ടെ, ഉരുൾ പൊട്ടട്ടെ. ആരണ്യകേ, ഉണർത്തിച്ചാലും ആകാശവിധാനങ്ങളിലൂടെ പറക്കാൻ, അഗ്നിനാളങ്ങളിലൂടെ ഊളിയിടാൻ, മേഘങ്ങളിൽ തേരോടിച്ച് സൂര്യന് നേരെ സഞ്ചരിക്കാൻ, ആഴക്കടലിലെ മുത്തുകൾ മൂങ്ങിയെടുക്കാൻ എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ആരണ്യകയുടെ അമാനുഷിക ശക്തിക്ക് അപ്രാപ്യമായി എന്തുണ്ട്? അങ്ങ് ആജ്ഞാപിച്ചാലും അങ്ങയുടെ ഏതാഗ്രഹവും നിവർത്തിക്കുന്നു. അങ്ങയുടെ ദാസി ആരണ്യക. ഞാൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ നീ സൃഷ്ടിച്ചതിന് നന്ദി. എന്റെ ശത്രുക്കൾ ഭയത്താൽ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. മന്ത്രദൃഷ്ടിയാൽ അവരുടെ മരണവെപ്രാളം ഞാൻ കണ്ടു. അവ എനിക്ക് കാതിനിൻപമുള്ള കാലവും കുളിർമയുള്ള കാഴ്ചയുമായി എനിക്ക് തൃപ്തിയായി. പക്ഷേ അവരൊക്കെ ഇപ്പോൾ എവിടെ?
ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത്? ആരുടെയും ഒരു മുടിനാടിന് പോലും നഷ്ടപ്പെട്ടിട്ടില്ല പ്രഭു. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ അവരെ ഞാൻ കാടിന്റെ പല ഭാഗങ്ങളിലായി ചിതറിച്ചിരിക്കുകയാണ്. നാടുവാഴിയുടെ മകൻ ആനന്ദൻ ഏകനായി ദുഃഖിതനായി തന്റെ അച്ഛൻ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്നോർത്ത് വിലപിച്ച് നടപ്പുണ്ട്. നന്നായി ആരംഭിക്കേ, വളരെ നന്നായി. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നമുക്ക് കുറച്ച് പദ്ധതികൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഇനിയും എന്താ വിശേഷിക്കുന്നു പ്രഭു? അതിനു മുമ്പ് അങ്ങെനിക്ക് തന്ന വാഗ്ദാനം മറന്നോ? വാഗ്ദാനം? എന്തു വാഗ്ദാനം? എന്റെ സ്വാതന്ത്ര്യം. നിന്നെ എത്ര ക്രൂരമായ വിധിയിൽ നിന്നാണ് ഞാൻ രക്ഷിച്ചതെന്ന് നീ മറന്നു അല്ലേ? ഇല്ല പ്രഭു, ഒരിക്കലുമില്ല. ഇന്നത്തെ നിന്റെ ദൗത്യം പൂർത്തിയാക്കിയ അതിനുശേഷം നിനക്ക് സ്വാതന്ത്ര്യം. അനന്ത വികായസിലേക്ക്, ഈ ലോകത്തിന്റെ ഏത് കോണിലേക്കും പറയൂ പ്രഭു, പറയൂ പ്രഭു, എന്താണ് എന്റെ ദൗത്യം? പോകൂ. എന്റെ വശ്യമായ സംഗീതത്താലും മോഹനമായ നൃത്തത്താലും എന്റെ ശത്രുക്കളെ നീ മയക്കൂ. എന്നിട്ടവരെ എന്റെ അടുക്കൽ കൊണ്ടുവരൂ. ഞാനൊഴികെ ആർക്കും നിന്നെ കാണാൻ കഴിയാതാവട്ടെ.
എനിക്കൊരു ഭയവുമില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നെ ഇവിടെ എത്തിച്ച ദുരന്തം മനസ്സിനെ വല്ലാതെ ഉലച്ചുവെന്ന് പറഞ്ഞു. ദേവതയായ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തടവറയിൽ നിന്ന് മോചനം? എനിക്കിപ്പോൾ ഈ തടവറ ഒരു മണിയാണ് പോലെയാണ്. ഞാൻ മലനാടിന്റെ നാടുവാഴിയായി കഴിയുമ്പോൾ എന്റെ മണിയറയിലേക്ക് നിന്നെ ഞാൻ തമ്പുരാട്ടിയായി കൂട്ടട്ടെ. നിന്റെ പേരെന്താണ്? ഞാൻ രാമി. എത്ര സുന്ദരമായ പേര്. മറ്റൊരു പെണ്ണിനെ ഞാൻ കാണുന്നില്ലേ? എന്റെ അപ്പാന്നല്ലാതെ മറ്റൊരാമനെയും ഇന്നേവരെ കണ്ടിട്ടില്ല. അതായിരിക്കും മറ്റൊരു പെണ്ണിനെ മറ്റാരെയും പാട്ടില്ല. രാമി, രാജകുമാരന്റെ സ്ഥാനവും പ്രതാപവും ഞാൻ എത്രയോ പെൺകുട്ടികളെ കണ്ടു. ഓ രാമി, അവരിൽ ആരിലുമില്ലാത്ത എന്നാൽ അവരിൽ എല്ലാമുള്ള എല്ലാ നന്മയും കൂടിച്ചേർന്ന പൂർണ്ണതയാണ്. ഞാനൊരു കാട്ടുവാസി പൊണ്ണല്ലേ? അയ്യോ, എന്തു പറ്റി? നീ എന്താണ് കരയുന്നത്? സന്തോഷം കൊണ്ടതേ. കാടിന്റെ നേരം നേരെയുമേ രാമിക്കറിയും. ആനാ നേരടിയാ ഞാൻ കേൾക്കേ. എന്നെ കല്യാണം பண்ணுவியா? என்ன பதிலும் நான் சொல்கிறேன். ഇല്ലാനാ രാമി ഒരു കന്നി പൊണ്ണായി ജീവിതം മുഴുക്കി ഇരുപ്പേ. മറ്റൊരാമ്പിളെ ഇനി എത്ര ജീവിതത്തിൽ ഇരിക്കാതെ. രാമി, നിന്നെ സ്വന്തമാക്കാൻ ഞാനും കൊതിക്കുന്നു. മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലും ഉണ്ടാവില്ല. ഇതാ എന്റെ വാഗ്ദാനം. ഏനേനോ
ചൊല്ലടി മാടത്തത്തെ ഇത്ര നാളും അറിയാത്ത പോലെന്റെ ചങ്കീനകത്തൊരു പെടപ്പെടപ്പ് എത്രയോ നാള് കൂടെ പഴകിയ പോലൊരു ചങ്ങാത്തം തോന്നിയതെന്തേ നീയൊന്നു ചൊല്ലടി മാടത്തത്തെ നീയൊന്നു ചൊല്ലടി മാടത്തത്തെ எல்லாம் நான் ஆசைப்பட்ட மாதிரியே நடக்கிறது. നോക്കൂ പ്രഭു, എത്ര മനോഹരമായ സ്ഥലം, എന്ത് സുന്ദരമായ കാറ്റ്, മരങ്ങളും ചെടികളും ജീവൻ തുടിക്കുന്നു, പുൽക്കൊടികൾ പോലും പൂത്തു നിൽക്കുന്നു. കാട്ടാറിലെ വെള്ളം തെളിമയോടെ നൃത്തം ചെയ്ത് ഒഴുകുന്നു. ഈ കാട്ടാറിലെ വെള്ളമൊഴിച്ച് മുഖം കഴുകിയപ്പോൾ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം അലിഞ്ഞു പോയതുപോലെ. എന്റെ പൊന്നുമോൻ മലവെള്ളത്തിൽ ഒലിച്ചു പോയതുപോലെ. നോക്കു പ്രഭു, എത്ര ആശ്ചര്യമാണിത്. മലവെള്ളപ്പാച്ചിൽ നനഞ്ഞു കുളിച്ച നമ്മുടെ വസ്ത്രം നിമിഷ നേരം കൊണ്ട് പുതിയതുപോലെ ആയത് കണ്ടോ? ഈ നശിച്ച മലമൂട്ടിൽ വന്നപ്പോഴാണല്ലോ നിലച്ചിരിക്കാത്ത ഈ ഉരുൾപൊട്ടൽ. അല്ലായിരുന്നെങ്കിൽ എന്റെ നിത്യകുമാരന് എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. എന്റെ കൺമുന്നിലൂടെയല്ലേടോ അവൻ ഒഴുകിപ്പോയത്. പ്രതീക്ഷ കൈവിടരുത് പ്രഭു. അനന്തകുമാരൻ ഒരു മരക്കൊമ്പിൽ പിടിച്ച് ഒഴുക്കിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടതാണ്. ശക്തനും വീരാളിയുമായ കുമാരൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രതീക്ഷ കൈവിടരുത് പ്രഭു.
കുമാരനെ സ്ഥാനഭ്രഷ്ടനാക്കി നാടുകടത്തിയിട്ട് സുഖമായി ഉറങ്ങുന്നോ? നാടുവാഴിയുടെ സുഖനിദ്ര ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ചേക്കാം. ഇയാളുടെ സുഖനിദ്രയെ ഞാനൊരു ദുസ്വപ്നമാക്കട്ടെ. ശരിയാണ്. ഈ കാടിനെന്തോ പ്രത്യേകതയുള്ളതുപോലെ. കണ്ടില്ലേ എന്റെ ജ്യേഷ്ഠൻ ചത്തതുപോലെ കിടന്നുറങ്ങുന്നത്? ഒരു നാടുവാഴി ഇങ്ങനെ ചെയ്യുമോ? ആരോ മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കിയതുപോലെ. ജ്യേഷ്ഠ, അദ്ദേഹത്തോട് കുറെ കാലമായി പറയണമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അവസരം വന്നു മുട്ടി വിളിക്കുന്നു. ഇതാണ് അതിന് പറ്റിയ സമയമെന്ന് തോന്നുന്നു. ആ ശിരസിൽ ഞാനൊരു കിരീടം കാണുന്നു. എന്താ നീയും ഉറക്കത്തിലാണോ? സ്വപ്നത്തിൽ പിച്ചും വഴിയും പറയുന്നു. ഞാൻ ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലായിരിക്കുന്നത് അങ്ങ് തന്നെ. കൈവന്ന ഭാഗ്യത്തെ ഉറക്കിക്കിടത്തിയിരിക്കുന്നത് അങ്ങല്ലേ? തെളിച്ചു പറയൂ ചെറിയ, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എന്നാൽ നീ സൂചിപ്പിച്ച ആ കിരീടം എന്റെ സ്വപ്നമാണ്. കണ്ടോ, അങ്ങത് ആഗ്രഹിക്കുന്നുവെന്നത് ഞാൻ എന്തേ മനസ്സിലാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തമ്പുരാന്റെ മകൻ അനന്തൻ അടുത്ത നാടുവാഴി ജീവിച്ചിരിപ്പുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതിന് തീരെ സാധ്യതയില്ല. അവൻ ഒഴുകി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ നാടിന്റെ അടുത്ത അവകാശി ആരാണ്? അടുത്ത അവകാശി അദ്ദേഹത്തിന്റെ മകൾ ഗൗരി. പക്ഷേ അവളിപ്പോൾ കോടനാടിന്റെ തമ്പുരാട്ടിയല്ലേ. ആ മലമൂട്ടിൽ നിന്ന് അവൾ എങ്ങനെ രാജ്യം ഭരിക്കാനാണ്? പിന്നെ അടുത്ത ഊഴം വേലിക്കുറുപ്പിന്റെ അനുജനായ തമ്പിക്കുറുപ്പിന്. ഇതാ ഇത് പിടിക്കൂ. ശബ്ദജനക്കുമേ ജീവിച്ചിരിക്കലുമെന്ന മട്ടിൽ കിടന്നുറങ്ങുന്ന ഈ ഭാരത്തെ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കൂ. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മന്ത്രിയെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം. ഈ വാൾമുനയാൽ എന്റെ ജ്യേഷ്ഠൻ നിത്യനിദ്രയിലാണ്ട് കഴിഞ്ഞാൽ ഈ രാജ്യം എനിക്ക് സ്വന്തം. ഇനി വൈകിക്കേണ്ട. രണ്ടു വാളുകളും ഒപ്പം ഉയർന്ന് താഴുമ്പോൾ രണ്ടു തലകളിൽ മണ്ണിൽ കിടന്നുരുളട്ടെ.
സമയത്ത് വന്നത്. അല്ലായിരുന്നെങ്കിൽ എന്റെ പൊന്നു ജ്യേഷ്ഠനെ ആ ജീവി അല്ലേ? അപ്പോൾ ഞാൻ കണ്ടത് ദുസ്വപ്നമല്ലായിരുന്നു. നന്ദി അനുസരിച്ച് നന്ദി പ്രിയമിത്ര, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ആ ഭയാനക ജീവി അനന്തകുമാരനെ എങ്ങാനും ആക്രമിച്ചാലോ? വരൂ നന്ദി, നമുക്കതിനെ തേടി പോകാം. കൊടും കുറ്റവാളികളായ നിങ്ങൾ മൂന്നുപേരെ വധിക്കാൻ വന്ന മരണദേവതയാണ് ഞാൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ യോഗ്യരല്ലാത്ത നിങ്ങളെ വിധിയാണ് ഇവിടെ എത്തിച്ചത്. നിങ്ങളുടെ മൂർച്ചേറിയ വാളിന് എന്റെ ഒരു മുടിനാടിനെ പോലും തൊടാൻ സാധിക്കില്ല. അതിന് നിങ്ങൾക്ക് കയ്യുയർത്താൻ സാധിച്ചിട്ട് വേണ്ടേ? കാടിന്റെ നേരുന്നറിയും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ മറന്നാലും കാടൊന്നും മറക്കില്ല. 14 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നാട് കടത്തിയ മൂപ്പന്റെ പിന്തു കുഞ്ഞിന്റെ രോദനം ഈ കാട്ടിൽ മാറ്റൽ കൊണ്ടതുപോലെ ഇന്ന് നിന്റെ രോദനം ഇവിടെ പാറക്കെട്ടലിൽ തട്ടിത്താരട്ടെ. ഇത്ര ദുഃഖം അനുഭവിച്ചു നീ ഇഞ്ചിച്ചായി മറന്നിട്ടില്ലേ? കാടിന്റെ ഇരുട്ട നിഗൂഢതയിൽ ലക്ഷ്യമില്ലാതെ മരണത്തോളം വലയട്ടെ. പ്രഭു, ആ രൂപി കാളിമൂപ്പന്റെ പേര് പറഞ്ഞത് അമ്മ കേട്ടില്ലേ? ആ നന്മ നിറഞ്ഞ മനുഷ്യന്റെ ആത്മാവിന്റെ പ്രതികാരമാണോ ഇത്? അമ്മയുടെ മകന്റെ വേർപാടും നമ്മുടെ ഈ വിധിയുമെല്ലാം ചെയ്തുപോയ തെറ്റുകളോർത്ത് അവർ ചതപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രഭു. കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. ഇവരെ സങ്കടപ്പെടുത്തണം. ആ ചെയ്ത തെറ്റിന് അവർ ഇത്രയും അനുഭവിച്ചാൽ പോരാ. പക്ഷേ ഇതുപോലെ ആത്മാവായ നിനക്ക് അവരോട് കരുണ തോന്നുന്നുണ്ടല്ലോ. മനുഷ്യനായ ഞാൻ മനുഷ്യരായ അവരോട് കൂടുതൽ കരുണ കാണിക്കുന്നു. വരൂ, നമുക്ക് അവരുടെ അടുക്കലേക്ക് പോകാം. അതെ, ഞാൻ തന്നെ നിങ്ങൾ നാടുകടത്തി പുറത്താക്കിയ കടാക ഗോത്രത്തിന്റെ തലവൻ കാളിമൂപ്പൻ. ഹെ, എന്താ ഞാൻ ചത്തുപോയെന്ന് കരുതിയല്ലേ? സ്വാർത്ഥലാഭത്തിനായി എന്നെയും എന്റെ കുഞ്ഞാര മകളെയും നാടുകടത്തി ഈ കൊടും കാട്ടിലേക്ക്. എന്റെ ക്രൂരത കണ്ടിട്ടും നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. സ്വന്തം കൂടപ്പിറപ്പിനെയും സ്വന്തം രക്തത്തെയും മറന്ന നീതനായ അനുജനാണ് നീ. മന്ത്രി, എന്റെ പ്രിയമിത്രമേ, നാട് കടത്തപ്പെടുമ്പോൾ എന്നോടും എന്റെ പൊന്നുമോളോടും കരുണ കാണിച്ചത് അങ്ങ് മാത്രമാണ്. അങ്ങൊഴികെ ഇവിടെയുള്ളവരെല്ലാം കള്ളക്കൂട്ടങ്ങളും പരിശകളുമാണ്. കാളിമൂപ്പൻ, ഇത് സത്യമാണ്. അതോ മനസ്സിന്റെ സമതല തെറ്റിക്കുന്ന ഈ കാടിന്റെ മറ്റൊരു മായാജാലം? പക്ഷേ അങ്ങേ കണ്ടതോടെ എന്റെ മനസ്സ് ശാന്തമാവുകയും അപ്പോൾ ഇത് സത്യമാണോ? ക്ഷമിക്കൂ കാളിമൂപ്പൻ, അങ്ങയുടെ
തട്ടിയെടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങയുടെ അനുജനുമായി കൂട്ടുന്നത് അങ്ങേക്കെതിരെ പ്രവർത്തിച്ചത്. ചെയ്ത തെറ്റ് ഇതാ ഞാൻ തിരുത്തുന്നു. മണ്ണിത്താരും പെരിയോരെ, ഇപ്പതാ എനിക്കെല്ലാം ജ്ഞാപകം വന്നത്. എന്നോട് ചെയ്ത തെറ്റിന് ഞാൻ ഏവരെയും ക്ഷമിച്ചിരിക്കുന്നു. കണ്ടതാ കണ്ടതാ, ഇവിടെ വാ, ഇവിടെ വാ. ഇന്നു മുതൽ നീയും ഈ കാടും സ്വതന്ത്രം. അങ്ങയുടെ മഹാമനസ്സ്. പക്ഷേ അങ്ങ് എന്നോട് ക്ഷമിച്ചാലും ഇത് എന്നോട് പകരം ചോദിച്ചു. എന്റെ മകൻ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. എന്റെ ഗോത്രം തിരികെ നൽകി അങ്ങേക്ക് ഞാൻ സമ്മാനമായി എന്തെങ്കിലും തരണ്ടേ? നീ അത്ഭുതപ്പെടുത്തുന്നു. ഇത് സത്യമാണോ? അതോ ഈ കാടിന്റെ മറ്റൊരു മിഥ്യയോ? അതോ ഇതെന്റെ മകന്റെ ആത്മാവാണോ? അച്ഛാ, എനിക്ക് സന്തോഷമായി. ഇവളോടും ഇവളുടെ അച്ഛനോടും ചെയ്ത പാപത്തിന് ഇങ്ങനെയെങ്കിലും ഒരു പരിഹാരമാകും. ഈ മനോഹരമായ കാട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഇവരുടെ വിവാഹ നിശ്ചയം നടത്താം. ആരണ്ടി പ്രഭോ, ഈ നാടോ കാടോ കണ്ടിട്ടില്ലാത്ത അത്ര ഗംഭീരമായിരിക്കട്ടെ ഇവരുടെ വിവാഹ നിശ്ചയം. അതിനുശേഷം നിനക്ക് സ്വാതന്ത്ര്യം. അനന്ത വികായസിലേക്ക് ഈ പറവയെ പോലെ നിനക്ക് പറന്നുയരാം. നന്ദി പ്രഭു, നന്ദി. ആഘോഷങ്ങൾ തുടങ്ങട്ടെ.